വടക്കേ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 119 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തെരച്ചിൽ തുടരുന്നതിൽ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭ ഉപസമിതി യോഗത്തിൽ തീരുമാനിക്കും. പ്രസാദ് കാളിദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കാളിദാസ്, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായ 119 പേർക്കായുള്ള തിരച്ചിലാണ് ഇന്നും പുരോഗമിക്കുക. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ വരുന്നൊരു ദിവസം കൂടിയായിരിക്കും ഇന്ന് എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു വൃന്ദ. കാരണം ഇന്ന് പ്രധാനമായും 3 യോഗങ്ങളാണ് ഇന്നിപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് സർക്കാർ തലത്തിൽ ചേരാനിരിക്കുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമൊന്നും ചേരാൻ പറ്റിയിരുന്നില്ല മന്ത്രിസഭാ ഉപസമിതി യോഗം. ചേരാൻ പറ്റാതിരുന്ന മന്ത്രിസഭാ ഉപസമിതി യോഗം ഇന്ന് ചേർന്നേക്കും എന്ന തരത്തിലും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊന്നും ഈ ഒരു മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3 ആഴ്ച പിന്നിടുകയാണ്. ഈ ഒരു ഉരുൾപൊട്ടൽ സംബന്ധിച്ച് 3 ആഴ്ച പിന്നിടുകയാണ്. അതേപോലെ തന്നെ 119 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മാത്രമല്ല ഇപ്പോഴും തിരച്ചിൽ ഇന്നും തീർച്ചയായും തുടരും. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലായിരിക്കും അറിയാനാവുക. ഇനി എത്തരത്തിലായിരിക്കും തെരച്ചിൽ തുടരുക, ഇനി എന്നത്തേക്ക് ഈ ഒരു മറ്റു കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നടന്നു വരുന്ന ഒരു DNA പരിശോധനാ ഫലങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാണാതായവർക്കുള്ള ഈ ഒരു എണ്ണത്തിൽ ഒരു കുറവ് എന്തായാലും കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തുവിടുന്നതിലൂടെ എന്തായാലും വ്യക്തമാകും. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും ഇന്ന് നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു യോഗം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ ദുരന്തബാധിത മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ഒരു വിദഗ്ധ സംഘം, 5 അംഗ വിദഗ്ധ സംഘം ദുരന്തബാധിത മേഖലയിൽ എത്തിയിരുന്നു. മുൻ ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇതിനെക്കുറിച്ച് പഠിക്കാനായി ദുരന്തബാധിത മേഖലയിൽ എത്തിയിരുന്നത്. ഇതിപ്പോൾ ചുരൽമല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ നടന്ന ഈ മേഖലകളെല്ലാം ഇനി വാസയോഗ്യമാണോ, അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ പഠിക്കാനായിട്ടായിരുന്നു ഈ ഒരു വിദഗ്ധ സംഘം എത്തിയിരുന്നത്. അപ്പോൾ ഇവരുടെയും ഈ ഒരു വിദഗ്ധ സമിതി യോഗത്തിൻ്റെയും ഈ വിദഗ്ധ സമിതിയുടെയും ഒരു യോഗം ഇന്ന് ചേരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സർക്കാരിന് ഈ പഠന റിപ്പോർട്ട് കൊടുക്കേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ഇന്ന് ചേരാനിരിക്കുന്നത്. ഇതിനു മുൻപേ തന്നെ പുഞ്ചിരിമട്ടം മേഖലയിൽ ആകെക്കൂടെ നാശം വിതച്ച രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ പുഞ്ചിരിമട്ടം ആകെ ഈ ഒരു ഉരുൾപൊട്ടലിൽ തീർത്തും നശിച്ചു പോയൊരു രീതിയിൽ തന്നെയാണ് അവരും പ്രതികരിച്ചത്. മാത്രമല്ല ചൂരൽമലയിൽ ഇനിയും വാസയോഗ്യമായ സ്ഥലങ്ങളുണ്ട് എന്നുള്ള കാര്യവും ഇവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരുന്നു. പുഞ്ചിരിമട്ടം അതേപോലെ താമസയോഗ്യം അല്ലാതായിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഈ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സമിതി പ്രതികരിച്ചത്. മാത്രമല്ല 300ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഈ ഒരു ഓഗസ്റ്റ് 20-ന് മുമ്പേ തന്നെ ഒരു താൽക്കാലിക പുനരധിവാസം സർക്കാർ ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇപ്പോഴും 300ഓളം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഈ ഒരു വിദഗ്ധ സമിതി യോഗത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് അവരുടെ പഠന റിപ്പോർട്ട് കൈമാറിയ ശേഷമായിരിക്കും തീർച്ചയായും പുനരധിവാസത്തിലേക്കുള്ള കൂടുതൽ ഭാവി കാര്യങ്ങളെല്ലാം സർക്കാരും തീരുമാനിക്കുക. അതേപോലെ തന്നെ 3ാമത്തെ യോഗം എന്ന് പറയുന്നത് ബാങ്കേഴ്സ് സമിതിയുടെ ഒരു യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വയനാട് ദുരന്തബാധിതരുടെ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് ബാങ്കേഴ്സ് സമിതി യോഗവും ഇന്ന് ചേരുന്നത്. തീർച്ചയായും കേരളത്തെ നടുക്കിയൊരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഒരു ദുരന്തം തന്നെയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമമായ റോയിറ്റേഴ്സ് അവർക്ക് ലഭിച്ച ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിരുന്നു. അതായത് ഏപ്രിൽ 29-ലെയും ഓഗസ്റ്റ് 12-ലെയും 2 ചിത്രങ്ങളാണ്, സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് അവർ പുറത്തുവിട്ടത്. അതിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം
പ്രകൃതി ആ ഒരു മേഖലയിൽ ദുരന്തം വിതച്ചു എന്നുള്ളത് റോയിറ്റേഴ്സിന് കിട്ടിയ ഒരു കണക്ക് പ്രകാരം അവർ പറയുന്നത് 200-ലധികം കെട്ടിടങ്ങൾ നാമാവശേഷമായി എന്നത് തന്നെയാണ് ഈ ഒരു ഉരുൾപൊട്ടലിൽ. ഏകദേശം ആ ഒരു കണക്കിനോട് തന്നെ ചേർന്നിരിക്കുന്നു നമുക്ക് ലഭിച്ച നിലവിലെ സർക്കാർ കണക്കും എന്ന് പറയുന്നത്. 200-ലധികം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ 200-ലധികം കെട്ടിടങ്ങളെല്ലാം തീർത്തും നശിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല 400-ലധികം കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് വിവരം ലഭിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു പ്രഭവ കേന്ദ്രമായ ഈ ഒരു പുഞ്ചിരിമട്ടത്ത് നിന്നും താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്ററോളം തീർത്തും പൂർണ്ണമായും നശിച്ച രീതിയിൽ തന്നെയാണ് റോയിറ്റേഴ്സും സൂചിപ്പിക്കുന്നത്. മാത്രമല്ല താഴേക്ക് ഒരു ചതുരശ്ര കിലോമീറ്റർ, ഏകദേശം ഒരു 140 ഫുട്ബോൾ കോർട്ടിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള അത്രയും പ്രദേശത്താണ് ഈ ഒരു ഉരുൾപൊട്ടൽ എന്തായാലും സംഭവിച്ചത്. തീർച്ചയായും കേരളത്തിനാകെ സങ്കടത്തിലാഴ്ത്തിയൊരു സംഭവം തന്നെയായിരുന്നു. ഇതിലുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലാണ് അറിയേണ്ടത്. കാരണം ഇപ്പോൾ അവിടെ നിൽക്കുന്ന ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ഇനി എങ്ങനെയായിരിക്കും അവരുടെ ഭാവി എന്ന് പറയുന്നത് കേരളവും ഇപ്പോഴും ചർച്ച ചെയ്യുക തന്നെയാണ്. അവരും ആശങ്കയിൽ തന്നെയാണ്. കാരണം കൃത്യമായ പുനരധിവാസം തന്നെ നൽകണം. ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ യോഗങ്ങളിലെല്ലാം അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ 3 യോഗങ്ങളും കഴിയുന്നതോടുകൂടി ഇതിനെ സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. വൃന്ദ, ശരി, വ്യക്തമാണ് കാളിദാസ്.